നല്ല നാടൻ വറുത്തരച്ച മലബാർ ക്രാബ് മസാല അല്ലെങ്കിൽ ഞണ്ട് കറി തയ്യാറാക്കാനുള്ള ഒരു അടിപൊളി റെസിപ്പി താഴെ കൊടുക്കുന്നു. വറുത്ത തേങ്ങയുടെയും മസാലയുടെയും മണവും കുടംപുളിയുടെയോ പുളിവെള്ളത്തിൻ്റെയോ നേരിയ പുളിപ്പും ചേർന്ന റെസിപ്പിയാണിത്. മലബാർ ഞണ്ട് മസാല. ആവശ്യമായ സാധനങ്ങൾ: ഞണ്ട് തയ്യാറാക്കാൻ ഞണ്ട് 1 കിലോ നന്നായി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, തേങ്ങ വറുത്തരയ്ക്കാൻ ചിരകിയ തേങ്ങ 1 കപ്പ്, ചുവന്നുള്ളി 4-5 എണ്ണം, വെളുത്തുള്ളി 2 അല്ലി, പെരുംജീരകം 1 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, കറിവേപ്പില 1 തണ്ട്. മസാല ഗ്രേവിക്ക് വേണ്ടി വെളിച്ചെണ്ണ 2-3 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, ചുവന്നുള്ളി 1 കപ്പ് പൊടിയായി അരിഞ്ഞത് അല്ലെങ്കിൽ 2 സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടീസ്പൂൺ, പച്ചമുളക് 2-3 എണ്ണം നീളത്തിൽ കീറിയത്, തക്കാളി 1 വലുത് പൊടിയായി അരിഞ്ഞത്, കാശ്മീരി മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പുളിവെള്ളം 1 ടേബിൾ സ്പൂൺ, വാളംപുളി 1/2 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞത് അല്ലെങ്കിൽ 2 കഷ്ണം കുടംപുളി, കറിവേപ്പില 2 തണ്ട്, വെള്ളം 1-1.5 കപ്പ് വരെ, ഉപ്പ് പാകത്തിന്. ഇനി തയ്യാറാക്കുന്ന വിധം: ഒന്നാമത്തെ സ്റ്റെപ്പായി ഞണ്ട് മസാല പുരട്ടി വയ്ക്കുക. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് കഷണങ്ങളിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. മസാല പിടിക്കാൻ വേണ്ടി ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ മാറ്റിവെക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്: തേങ്ങ വറുത്തരയ്ക്കുക. ഒരു പാൻ ഇടത്തരം തീയിൽ ചൂടാക്കുക. അതിലേക്ക് ചിരകിയ തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി, പെരുംജീരകം, കുരുമുളക്, 1 തണ്ട് കരിവേപ്പില എന്നിവ ചേർക്കുക. തേങ്ങ നല്ല കടും നിറമാകുന്നവരെ തുടർച്ചയായി ഇളക്കി വറുത്തെടുക്കുക. തേങ്ങ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞാൽ കറിക്ക് കയ്പ്പ് രസം വരും. വറുത്തുകൂട്ട് നന്നായി തണുത്ത ശേഷം വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് മിക്സിയിൽ നല്ല വെണ്ണ പോലെ അരിച്ചെടുക്കുക. സ്റ്റെപ്പ് 3: മസാലക്കൂട്ട് തയ്യാറാക്കുന്നത്. ഒരു ചട്ടിയിൽ, മൺചട്ടിയാണെങ്കിൽ കൂടുതൽ രുചികരം, വെളിച്ചെണ്ണ ചൂടാക്കുക. കടുക്, ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അല്ലെങ്കിൽ സവാള, പച്ചമുളക്, കരിവേപ്പില എന്നിവ ചേർത്ത് ഉള്ളി നല്ല പോലെ വഴറ്റുക. ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നവരെ 2 മിനിറ്റ് വഴറ്റുക. തീ കുറച്ച ശേഷം കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർക്കുക. മസാലകൾ കരിഞ്ഞു പോകാതെ 30 സെക്കൻഡ് നന്നായി ഇളക്കി മൂപ്പിക്കുക. ഇതിലേക്ക് അരിഞ്ഞ തക്കാളി നന്നായി ചേർത്ത് വെന്ത് ഉടയുന്നവരെ, എണ്ണ തെളിയുന്നവരെയും വഴറ്റുക. നാലാമത്തെ സ്റ്റെപ്പ്: ഞണ്ട് വേവിച്ചെടുക്കുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം അല്ലെങ്കിൽ കുടംപുളിവെള്ളം ഇട്ട വെള്ളം, ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് മസാലയിലേക്ക് ഒഴിച്ച് ഇത് നന്നായി തിളപ്പിക്കുക. വെള്ളം തിളച്ചു വരുമ്പോൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഞണ്ട് കഷ്ണങ്ങൾ ഇതിലേക്കിടുക. മസാല ഞണ്ടിൽ നന്നായി പിടിക്കാൻ പാകത്തിന് ഇളക്കുക. ചട്ടി മൂടി വെച്ച് ഇടത്തരം തീയിൽ 10-12 മിനിറ്റ് വേവിക്കുക. ഞണ്ട് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ തോടിനൊരു ഓറഞ്ച് ചുവപ്പ് നിറം വരും. അഞ്ചാമത്തെ സ്റ്റെപ്പ്: വറുത്തരച്ച തേങ്ങ ചേർക്കുക. തീ നന്നായി കുറച്ച ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ, അരപ്പും കറിവേപ്പിലയും ചേർക്കുക. പിന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഗ്രേവിക്ക് കട്ടി കൂടുതലാണെങ്കിൽ അല്പം ചെറു ചൂടുവെള്ളം ചേർക്കാം. ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കുക. ചട്ടി തുറന്നു വെച്ച്